ഹായ് ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിലെ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അനഘയുടെ അസുഖങ്ങളൊക്കെ കുറച്ചൊക്കെ ഭേദമായിട്ട് അനഘ മുത്തശ്ശനെ വിളിക്കുകയാണ്. അതേസമയത്ത് മുത്തശ്ശനാണെങ്കിലും അനഘയോട് പറഞ്ഞിട്ടുണ്ട്, അനഘയെ ഇങ്ങനെ ഒരു വിവരം പുറത്താരും അറിയാൻ പാടില്ല. കാരണം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അബി എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണ്. കാരണം അബി ഇപ്പം തന്നെ പിടിച്ചു നിൽക്കുന്നത് നീ കിടന്ന് കിടപ്പിലാണ്. എഴുന്നേറ്റ് നടക്കാനോ കൈകാലുകൾ ചലിപ്പിക്കാനോ വാ തുറന്ന് സംസാരിക്കാനോ നിനക്ക് കഴിയാത്തതുകൊണ്ട് മാത്രമാണ് നിന്നെ അവൻ വെറുതെ വിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ മോളെ അവൻ എന്തും ചെയ്യാൻ മടി കാണിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇനിയിപ്പം അവൻ്റെ കള്ളക്കളികളെല്ലാം വെളിച്ചത്ത് വരുമെന്ന് കാണുമ്പോഴേക്കും മോളെയും അതുപോലെ ചന്തുമോളെയും ഉപദ്രവിക്കാൻ അവൻ മടിക്കില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഈ വിവരങ്ങളൊന്നും പുറത്ത് പറയേണ്ടെന്ന് മുത്തശ്ശൻ അനഘയോട് പറയുന്നുണ്ട്. മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് തന്നെയാണ് കേട്ടോ അനഘയാണെങ്കിലും ഇപ്പോഴും തീരെ സുഖമില്ലാത്തതുപോലെ സംസാരിക്കാനൊന്നും കഴിയാത്തതുപോലെ തന്നെ അഭിനയിച്ച് കിടക്കുന്നതും. അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്താണ് അനഘ ഈ ന്യൂസുകളൊക്കെ കാണുന്നത്. എന്നെ ഉപദ്രവിച്ചതും എന്നെ ഈ അവസ്ഥയിലാക്കി കടപ്രോഗിയാക്കിയതുമൊക്കെ ആദർശേട്ടനാണെന്നൊക്കെയുള്ള രീതിയിലൂടെയാണല്ലോ വാർത്തകളൊക്കെ വരുന്നത്. അതൊക്കെ കണ്ടിട്ട് തന്നെ നമ്മുടെ അനഘയ്ക്ക് ഒട്ടും സഹിക്കുന്നുമില്ല. ഇതിൻ്റെയൊക്കെ പേരിൽ നിരപരാധിയായ ആദർശേട്ടനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്നതും അതുപോലെ തന്നെ മാധ്യമങ്ങളെല്ലാം ഏറ്റെടുത്ത് അനന്തപുരി തറവാടിനെയും മുത്തശ്ശനെയും മുത്തശ്ശിയും ഒക്കെ താറടിക്കുന്നതും ഇതെല്ലാം കണ്ടിട്ട് നല്ല വിഷമമായിട്ട് ആ ജോലിക്കാരിയോട് തന്നെ അനഘ പറയുന്നുണ്ട്, ചേച്ചി എന്തൊരവസ്ഥയാണ് ഇത്. ആദർശേട്ടൻ എത്ര പാവമാണ്. എൻ്റെ മോളെ ആദർശേട്ടനും നയനയും സ്വന്തം മോളെ പോലെയാണ് വളർത്തുന്നത്. എൻ്റെ ചന്തുമോളെ സംരക്ഷിക്കുന്നത് അവരാണ്, അല്ലാതെ അബിയല്ല. എന്നിട്ടും ആ നല്ല മനസ്സുള്ള അവർക്ക് ഇങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ ആണല്ലോ ഉണ്ടാകുന്നത്. ഇതിനൊക്കെ ഞാനും കൂടി കാരണമാവുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പം എനിക്ക് വല്ലാത്ത വിഷമം തോന്നുകയാണ് ചേച്ചി എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ ജോലിക്കാരിയായ സ്ത്രീ പറയുന്നുണ്ട്, അതേ മോളെ, ആ പയ്യൻ്റെയും ആ കൊച്ചിൻ്റെയും കാര്യമൊക്കെ ഓർക്കുമ്പം എനിക്കും നല്ല വിഷമമൊക്കെ ആവുന്നുണ്ട്. അവരൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമപ്രവർത്തകരൊക്കെ ഇങ്ങോട്ടേക്ക് വന്നിരുന്നു. ഇങ്ങോട്ട് കയറാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ് അവർ മോളുടെ ഇൻ്റർവ്യൂ എടുക്കാനും മോളെ കാണാനും ഒന്നും കൂട്ടാക്കാഞ്ഞത്. അവരും മാക്സിമം ശ്രമിക്കുന്നുണ്ട് മോളെ ഇൻ്റർവ്യൂ എടുക്കാനും മോളുടെ ഈ അവസ്ഥയൊക്കെ ഫോട്ടോ എടുത്ത് മീഡിയാസിലൂടെ ഇട്ട് അവരെ ഒന്നും കൂടെ നാറ്റിക്കാനൊക്കെ ആയിട്ട്. എന്തായാലും അങ്ങനെയുള്ള ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരെ ആരെയും ഇതിനകത്തോട്ട് കയറ്റണ്ട എന്നൊക്കെ തന്നെയാണ് മുത്തശ്ശൻ പറഞ്ഞേക്കുന്നത്. അവരിനിയും ഇങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി വരും. ഇതുപോലുള്ള വലിയ കുടുംബങ്ങളെയൊക്കെ താറടിക്കാൻ കിട്ടുന്ന അവസരമല്ലേ മോളെ, അതൊന്നും അവർ പാഴാക്കില്ല. അവരുടെ ചാനലിലെ റേറ്റിംഗ് കൂട്ടാനായിട്ട് അവർ ഇതുപോലുള്ള ന്യൂസൊക്കെ അന്വേഷിച്ച് വരിക തന്നെ ചെയ്യും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അനഘയും പറയുന്നുണ്ട്, ചേച്ചി പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേ ഇതിൻ്റെ പേരിൽ അനന്തപുരിയിലുള്ളവർ അനുഭവിക്കുന്നത് എന്തെല്ലാം ദുരിതങ്ങളാണ്. എൻ്റെ കുഞ്ഞിനെ അവർ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കുന്നതാണ്. അങ്ങനെയുള്ള ആ നല്ലവരായ മനുഷ്യർക്കും അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ സംരക്ഷണം ഏറ്റെടുത്ത ആ മൂർത്തി സാറിനും ഇങ്ങനൊരു അനുഭവം ഉണ്ടാവാൻ കാരണം ഞാനും കൂടിയല്ലേ ചേച്ചി. എനിക്കിത് എല്ലാവരുടെ മുമ്പിൽ തുറന്നു പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനും നിവൃത്തിയില്ലല്ലോ. ഇതൊക്കെ പുറം ലോകം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെയും എൻ്റെ കുഞ്ഞിനെയും ഇല്ലാതാക്കുമെന്ന് അവർക്കും പേടിയാണ്. അത്രയ്ക്ക് നീചനായ വൃത്തികെട്ടവനായ ക്രൂര മനസ്സുള്ള ഒരാളാണ് ഈ അബി. അപ്പോഴേക്കും ആ ജോലിക്കാരി സ്ത്രീ പറയുന്നുണ്ട്, വേണ്ട മോളെ, മോളിപ്പോൾ ഇത് ആരോടും തുറന്നു പറയാൻ നിൽക്കണ്ട. മൂർത്തി സാറ് പറഞ്ഞതനുസരിച്ച് മാത്രം മോള് മുന്നോട്ട് പോയാൽ മതി. അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതൊക്കെ പരിഹരിക്കാൻ മൂർത്തി സാറിന് അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അനഘ പറയുന്നുണ്ട്, എനിക്കിതൊന്നും കണ്ടിട്ടും കൂടെ സഹിക്കുന്നില്ല ചേച്ചി. ആ ദുഷ്ടനായ ആബി, അവൻ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും മാനിന് പോലെ എല്ലാവരുടെ മുമ്പിൽ ഞെളിഞ്ഞു നടക്കുകയല്ലേ. അവൻ എങ്ങനെ തോന്നുന്നു ഇതൊക്കെ ചെയ്യാനായിട്ട്. എന്നാൽ ഒരു തെറ്റും ചെയ്യാത്ത ആദർശേട്ടനെയാണല്ലോ എല്ലാവരും പഴിക്കുന്നത്. ഇന്ന് വരെ ഒരു തെറ്റുപോലും ചെയ്യാത്ത ആളുടെ പേരില ഇന്നിപ്പോൾ ഇത്രയും കേസുകളൊക്കെ നടക്കുന്നത്. മാധ്യമങ്ങളിലെല്ലാം ആദർശേട്ടൻ ഇങ്ങനെ അവഹേളിക്കുന്നതും എനിക്ക് നല്ല സംശയമുണ്ട്. അബി തന്നെയായിരിക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക. അവൻ്റെ സപ്പോർട്ടോടു കൂടി തന്നെയായിരിക്കും ആ അനാമിക എന്ന് പറയുന്ന പെണ്ണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മീഡിയാസിന് മുമ്പിൽ വിളിച്ചു പറഞ്ഞത്. ആ വീട്ടിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അവനും അവൻ്റെ അമ്മയും മാത്രമാണ്. അബിയുടെ അഹങ്കാരം കാണുമ്പം എനിക്കിതൊക്കെ എല്ലാവരോടും വിളിച്ച് പറയാനാ തോന്നുന്നൊക്കെ പറയുകയാണ് പിന്നെയും നമ്മുടെ അനഘ. അപ്പം ആ ജോലി സ്ത്രീ പറയുന്നുണ്ട്, മോളെ അങ്ങനെ എടുത്തു ചാടി ഒന്നും കാണിക്കരുത്. മോക്ക് ഒരനുഭവം ഉള്ളതല്ലേ. അബിയല്ലേ മോളെ ചതിച്ച് ഈ ഒരു അവസ്ഥയിലാക്കിയത്. അയാളെപ്പോലൊരു ദുഷ്ടനെ എങ്ങനെ മോക്ക് പ്രേമിക്കാൻ തന്നെ തോന്നി. ഇപ്പൊ കണ്ടില്ലേ അവന്റെ മനസ്സിൽ എന്തൊക്കെ ക്രൂരതകളാ ഉള്ളത്. മോളെയും മോളുടെ കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ പോലും അവൻ മടിക്കത്തില്ല. അതുകൊണ്ട് കുറച്ച് നാൾ കൂടി ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകട്ടെ. എന്നിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാം. മോള് നോക്കിക്കോ, ഇതിൻ്റെയൊക്കെ അവസാനം അവന് എതിരായിട്ടേ എല്ലാം വരുവുള്ളൂ. അവനെ പോലീസ് പൊക്കിയിരിക്കും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ആ ജോലിക്കാരി സ്ത്രീ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ആദർശിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ആദർശിൻ്റെ മേലെ ഒരുപാട് കുറ്റങ്ങൾ ചുമത്തിയാണ് കേട്ടോ അനന്തപുരിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. നിങ്ങൾക്കിങ്ങനെ എൻ്റെ കൊച്ചുമോനെ അറസ്റ്റ് ചെയ്യാൻ മാത്രം അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പം അവിടെ പുതുതായിട്ട് ചാർജ് എടുത്ത CI ഉണ്ട് കേട്ടോ കൂടെ. ആ CI മൂർത്തി മുത്തശ്ശനോട് പറയുന്നുണ്ട്, നിങ്ങളെപ്പോലെ പണമുള്ളവർ പലതും പറയും, അതുപോലൊന്നുമല്ല കാര്യങ്ങൾ. ഇവനെപ്പോലുള്ള കള്ളന്മാരൊക്കെ ചെയ്തു കൂട്ടുന്നത് ആർക്കൊക്കെ അറിയാം. ചിലപ്പം ഇവൻ ചെയ്തു കൂട്ടുന്ന വൃത്തികേടുകളൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇവനെ ഒന്നും വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല.
മോളിൽ നിന്ന് ഞങ്ങൾക്ക് നല്ല പ്രഷറുണ്ട്. അതുപോലൊരു കേസാ ഇത്. ഇതേ ലോകത്തുള്ള എല്ലാവരും തന്നെ അറിഞ്ഞു കഴിഞ്ഞു. അതുപോലൊരു പ്രകടനമാണ് നിങ്ങളുടെ മരുമോള് മീഡിയാസിന് മുമ്പിൽ കാഴ്ചവെച്ചത്. പിന്നെ എങ്ങനെ നാട്ടുകാർ വിശ്വസിക്കാതിരിക്കും? ആ കുട്ടിയുടെ കണ്ണീരിന് എന്തായാലും സമാധാനം പറഞ്ഞല്ലേ പറ്റുള്ളൂ. മുത്തശ്ശൻ പറയുന്നുണ്ട്, സാറേ, സാർ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. അനാമിക ഇവിടുത്തെ മരുമോളായിരുന്നു, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഞങ്ങളോടുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ മാത്രമാണ് അവൾ മീഡിയാസിന് മുമ്പിൽ അങ്ങനെയൊക്കെ പറഞ്ഞത്. അവൾ പറഞ്ഞതൊക്കെ പച്ച കള്ളം തന്നെയാണ്. എങ്കിലും ആ കുട്ടി എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി അതൊക്കെ ഏറ്റെടുത്തോണ്ട് നിങ്ങളും മാധ്യമങ്ങൾക്കൊപ്പം ഇങ്ങനെ വന്ന് ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും സാറേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ CI പറയുന്നുണ്ട്, നിങ്ങൾ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. അനാമിക എന്ന് പറയുന്ന ആ പെൺകുട്ടി ഈ വീട്ടിൽ നിന്ന് നേരിടേണ്ടി വന്ന വിഷമങ്ങളും ഗാർഹിക പീഡനങ്ങളും ഒക്കെ സത്യം തന്നെയല്ലേ? അതുപോലുള്ള പെൺകുട്ടികൾക്കും പ്രതികരിക്കണ്ടേ? ഇതുപോലുള്ള പല പെൺകുട്ടികൾക്കും അവസാനം ഗതിയില്ലാതെ വരുമ്പോഴാണ് അവരൊരു മുഴം കയറിന്റെ മുമ്പിൽ തൂങ്ങിച്ചാകുന്നത്. എന്തായാലും ഈ കുട്ടി അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. ഈ കുട്ടി അവിടെ ബുദ്ധിപരമായിട്ട് കളിച്ചു. ആ കുട്ടി മീഡിയാസിന് മുമ്പിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ് ചെയ്തത്. അതും നിങ്ങളെപ്പോലും അറിയിക്കാതെ. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളും അത് പണം കൊടുത്ത് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുമായിരുന്നല്ലോ. അതുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ ചെയ്തത്. മീഡിയക്കാർ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് അന്വേഷിക്കുന്നതുകൊണ്ടാണ് ഇതുപോലുള്ള സത്യങ്ങളൊക്കെ പുറത്തു വരുന്നതും. നിങ്ങൾ ഇനി വിഷമിച്ചിട്ടൊന്നും കാര്യമില്ലെന്ന് പറയുകയാണ്. അങ്ങനെ ആദർശിനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുന്നൊക്കെ ഉണ്ട്. നയന പറയാണ്, ആദർശേട്ടാ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നമുക്ക് എല്ലാ സത്യങ്ങളും വെളിപ്പെടുത്തേണ്ട സമയം ആയെന്നാ തോന്നുന്നേ. ഇനി ഈ കാര്യങ്ങളൊന്നും മറച്ചു വെച്ചതുകൊണ്ട് ഒരു കാര്യമില്ല ആദർശേട്ടാ. നിരപരാധിയായ എൻ്റെ ആദർശേട്ടനെ ഇങ്ങനെ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ എല്ലാം തെറ്റും ചെയ്താൽ അവൻ ഇതൊക്കെ കണ്ട് നമ്മളെ പരിഹസിച്ച് സന്തോഷിച്ചിരിക്കുകയല്ലേ. അവനിങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതേ മീഡിയക്കാരുടെയും പോലീസുകാരുടെ മുമ്പിൽ വെച്ച് തന്നെ എല്ലാ സത്യങ്ങളും നമുക്ക് വെളിപ്പെടുത്താമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആദർശ് അതിനൊന്നും സമ്മതിക്കുന്നില്ല. ആദർശ് അപ്പോഴും ആദർശധീരനായ മുത്തശ്ശൻ്റെ കൊച്ചുമോനെ പോലെ ഇങ്ങനെ ഒന്നും പറയണ്ട, കുടുംബത്തിൽ താളം വെച്ചിലുണ്ടാകും, ആരോടും സത്യങ്ങളൊന്നും വെളിപ്പെടുത്തേണ്ട, നിന്റെ ചേച്ചിയുടെ ജീവിതമാണ് ഇല്ലാതായി പോകുന്നത്, അബിയെ കുറ്റക്കാരനാക്കിയതുകൊണ്ട് മാത്രം ഒരു പ്രയോജനവും ഇല്ല എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ ആദർശ് പിന്നെയും അവിടെ മാന്യത നടിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്തായാലും ഇവരിപ്പോൾ ഇത് ആഘോഷിക്കട്ടെ. ഒരു ദിവസം എന്തായാലും സത്യങ്ങളൊക്കെ പുറത്തു വരുമല്ലോ. ഇതിൻ്റെയൊക്കെ ആയുസ് അടുത്തൊരു ന്യൂസ് കിട്ടുന്നവരേ ഉള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെ അവരങ്ങോട്ടേക്ക് പോകും. അതിനുശേഷം ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒതുക്കി തീർക്കാവുന്നതേ ഉള്ളൂ. നമ്മളിതിപ്പോൾ വലിയ പ്രശ്നമായിട്ട് എടുക്കാനൊന്നും പോകണ്ട നയനെ. എന്തായാലും ഇപ്പം എല്ലാവരും പഴിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും ഒക്കെ എന്നെയാണല്ലോ. ഇനി എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് ഒതുങ്ങുവാണെങ്കിൽ ഒതുങ്ങി അങ്ങ് തീരട്ടെ. ഇനി ഇതിൻ്റെ പേരും പറഞ്ഞ് കുടുംബത്തിനകത്ത് ഒരു പ്രശ്നമൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നയനെ ആശ്വസിപ്പിക്കുകയാണ് ആദർശ്. അങ്ങനെ ആദർശിനെ സ്റ്റേഷനിലൊക്കെ കൊണ്ടിരുത്തിയിരിക്കുകയാണ്. ആ സ്റ്റേഷനിലെ മറ്റുദ്യോഗസ്ഥർക്കൊക്കെ അറിയാം ആദർശിന്. കാരണം നന്ദു അവിടെ സ്റ്റേഷനിലെ SI ആയിട്ട് ചാർജ് എടുത്തതിന് ശേഷം അനി 2-3 പ്രാവശ്യം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ അനിയെ കൂട്ടിക്കൊണ്ട് വരാനും അല്ലാതെയും ഒക്കെ ആദർശ് നയനയും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കറിയാം ആ SI സാറിൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് ആദർശ് എന്നുള്ളത് അവർക്കറിയാം. അവരെന്നിട്ട് CI സച്ചിദാനന്ദനോട് പറയുന്നുണ്ട്, ഇത് നമ്മുടെ നന്ദു മേഡത്തിൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണെന്ന്. അതിന് മുമ്പ് തന്നെ നന്ദുവിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത കൂട്ടത്തിൽ തന്നെ ഇവരുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ CI സച്ചിദാനന്ദൻ അറിഞ്ഞതുമാണ്. നമ്മുടെ CI സച്ചിദാനന്ദനാണെങ്കിലും നന്ദുവിനോട് ഒരു ഫസ്റ്റ് ലുക്കിൽ തന്നെ പ്രേമമൊക്കെ തോന്നി നമ്മുടെ നന്ദുവിനെ കല്യാണം കഴിക്കാനൊക്കെ ഉള്ളൊരു പ്ലാനിങ്ങിലൊക്കെ ആണല്ലോ. അങ്ങനെ CI സച്ചിദാനന്ദൻ കല്യാണാലോചനയൊക്കെ ആയിട്ട് ഗോവിന്ദൻ്റെയും കനകയുടെയൊക്കെ അടുത്ത് ചെല്ലുന്നുണ്ടെങ്കിലും നന്ദുവിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നന്ദു പറയുന്നത്, എനിക്കിപ്പോൾ ഒരു വിവാഹം വേണ്ട, വിവാഹം ചെയ്യാൻ ഇപ്പം വിവാഹം കഴിക്കാൻ എനിക്കിപ്പോൾ താല്പര്യമില്ല, ഞാനിപ്പോൾ കല്യാണത്തിനൊട്ട് ഓക്കെ ഇല്ല എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ നമ്മുടെ നന്ദു പറഞ്ഞങ്ങ് അവഗണിച്ച് വിടുകയാണ്. അപ്പം എന്തായാലും ആ ഒരു ദേഷ്യം നമ്മുടെ CI സച്ചിദാനന്ദൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അനിയുടെ കാര്യങ്ങളാണെങ്കിലും ആ സ്റ്റേഷനിലുള്ള ASI ഉൾപ്പെടെ പലരും നമ്മുടെ CI സച്ചിദാനന്ദൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർ പറയുമ്പം നമ്മുടെ CI സച്ചിദാനന്ദൻ പറയുന്നുണ്ട്, എൻ്റെ വഴിയിൽ ആര് തടസ്സം വന്നാലും അവരൊന്നും ഞാൻ വെറുതെ വിടില്ല, ഇവളുടെ കഴുത്തിൽ ഞാൻ തന്നെ താലി കെട്ടുള്ളൂ എന്നൊക്കെയാണ് നമ്മുടെ CI സച്ചിദാനന്ദൻ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്നത്. CI സച്ചിദാനന്ദൻ പറയുന്നുണ്ട്, ഈ അനി എന്ന് പറയുന്നവൻ അവനാണ് നന്ദുവിൻ്റെ പിന്നാലെ നടന്ന് അവളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവനൊരു കല്യാണം കഴിച്ചതാണ്. ആ പെൺകുട്ടിയെ ഉപേക്ഷിച്ചിട്ട് നന്ദുവിൻ്റെ പിറകെ നടക്കുക. അതുകൊണ്ടല്ലേ അനാമികയ്ക്ക് ഇങ്ങനെയുള്ള തിരിച്ചടികളൊക്കെ നേരിടേണ്ടി വന്നത്. ഫാമിലിയിലുള്ള എല്ലാവരും ഇങ്ങനെ തന്നെയാണോ? ആദർശധീരനായ മുത്തശ്ശൻ്റെ കൊച്ചുമക്കളൊക്കെ എല്ലാവരും ഇങ്ങനെ തന്നെ ആയി പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ പരിഹസിച്ച് സംസാരിക്കുകയാണ് നമ്മുടെ CI സച്ചി. എന്തായാലും ഇപ്പം എൻ്റെ ശത്രു നന്ദുവിൻ്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്ന ആ അനിരുദ്ധല്ലേ, അവനെ എൻ്റെ കയ്യിൽ കിട്ടിയ അവനോട് 2 പൊട്ടിക്കണം എന്നൊക്കെ തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. അവനെ കിട്ടിയില്ല. അവൻ്റെ ചേട്ടനാണല്ലോ ഇപ്പോൾ കയ്യിലുള്ളത്. അവനിട്ട് കൊടുക്കാനുള്ള 2 അവൻ്റെ ചേട്ടൻ്റെ കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സച്ചി പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഉപേന്ദ്രനാണെങ്കിലും ആ സമയത്ത് സച്ചിയെ ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എൻ്റെ കൂട്ടുകാരൻ്റെ മോളുടെ ജീവിതം ഇല്ലാതാക്കിയത് ഇവനൊക്കെ കൂടിയിട്ടാണ്. അതുകൊണ്ട് ഇവനെ എന്തായാലും കിട്ടിയല്ലോ, ഇനിയിപ്പോൾ ഇവനെ വെറുതെ വിടരുത്, എന്തായാലും അവനെ പെരുമാറേണ്ട രീതിക്കൊന്ന് പെരുമാറി തന്നെ അവിടുന്ന് വിടാവുള്ളൂ എന്നൊക്കെ പറയുകയാണ്.
അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ CI സച്ചി നന്നായിട്ട് ആദർശിനെ ഉപദ്രവിക്കുകയാണ്. നീയൊക്കെ പണക്കൊഴുപ്പിന്റെ പേരിൽ ഇങ്ങനെയുള്ള തോന്നിയാസങ്ങളൊക്കെ ഓരോന്ന് കാണിച്ചു കൂട്ടി വെക്കും. നീയൊക്കെ ജീവനോട് ഇരിക്കുന്നത് ഈ നാടിന് തന്നെ ആപത്താണ്. പണം ഉണ്ടെങ്കിൽ എല്ലാം വിലക്കെടുക്കാന്നൊക്കെ നിനക്കൊക്കെ ഒരു ധാരണയില്ലേ? അതുകൊണ്ടല്ലേ പാവ ഒരു പെൺകുട്ടിയെ ഈ അവസ്ഥയിലാക്കിയത്. അത് മരിക്കാതിരിക്കുന്നത് അതിന്റെ ഭാഗ്യം. ഇതെല്ലാം നൈസായിട്ടങ്ങ് ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ടല്ലേ ആ കുഞ്ഞിനെ അനന്തപുരിയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചേക്കുന്നത്. ഈ ബഹളമൊക്കെ കഴിഞ്ഞു കഴിയുമ്പം അതിനെ നിങ്ങൾ തെരുവിലേക്ക് ഇറക്കി വിടില്ല എന്ന് എന്തുറപ്പാടോ ഉള്ളത്? നിന്റെയൊക്കെ അഹങ്കാരം ഞാൻ തീർത്തു തരാന്നൊക്കെ പറഞ്ഞിട്ട് ആദർശിന്റെ 2 പൊട്ടീര് കൊടുക്കുകയാണ് നമ്മുടെ CI സച്ചി. അങ്ങനെ ആദർശിന് അടി കൊണ്ടിട്ട് ആദർശ് ഇങ്ങനെ അവശതയായിട്ടിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ജാമ്യത്തിൽ ഇറക്കാനായിട്ട് നയനയും മുത്തശ്ശനും ഒക്കെ ആയിട്ട് വക്കീലുമായിട്ട് വരികയാണ്. അങ്ങനെ അവരകത്തോട്ട് കയറി വരുമ്പോഴേക്കും ആദർശ് ഇങ്ങനെ അടികൊണ്ട് അവശതയായിട്ടിരിക്കുന്നത് കാണുകയാണ്. ഇത് കണ്ട് നയന അങ്ങ് പൊട്ടിക്കരയുകയാണ്. ആദർശേട്ടാ, എന്ത് പറ്റി ആദർശേട്ടാ? ആദർശേട്ടനെ ആരാ ഇങ്ങനെ അടിച്ച് ഈ അവസ്ഥയിലാക്കിയത്? ഇതിന് മാത്രം എന്ത് തെറ്റാ എൻ്റെ ആദർശേട്ടൻ ചെയ്തതെന്നൊക്കെ ചോദിക്കുകയാണ്. മുത്തശ്ശനാണെങ്കിലും ഇത് കണ്ടിട്ട് സങ്കടം സഹിക്കാൻ വയ്യാതെ ദേഷ്യപ്പെട്ട് CI സച്ചിയോട് ചോദിക്കുന്നുണ്ട്, ആരാ ഇവനെ തല്ലിയത്? നിങ്ങൾ എന്തിനാ ഇവനെ തല്ലിയത്? ഇവനെ തല്ലി ഈ പരുവത്തിലാക്കാൻ മാത്രം ഇവൻ എന്ത് തെറ്റാ ചെയ്തത്? അവനാണ് ഇതൊക്കെ ചെയ്തെന്നുള്ളതിന് നിങ്ങൾക്ക് തെളിയിക്കാൻ എന്തെങ്കിലും തെളിവുകളുണ്ടോ? എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ കൊച്ചുമോനോട് ഇങ്ങനെ അപമര്യാദയായിട്ട് നിങ്ങൾ പെരുമാറിയെന്നൊക്കെ ചോദിക്കുകയാണ്. അതോ നിങ്ങൾ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടാണോ എൻ്റെ കൊച്ചുമോനോട് ഈ ക്രൂരത കാണിച്ചെന്നൊക്കെ ചോദിക്കുകയാണ്. CI സച്ചി ഉടനെ പറയുന്നുണ്ട്, അതെ, നിങ്ങൾ എന്നെ കൂടുതൽ റൂൾസ് ഒന്നും പഠിപ്പിക്കാൻ വരണ്ട. നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യാൻ മാത്രമൊന്നും ആയിട്ടില്ല. ഞാൻ ഇവിടുത്തെ CI ആണ്. ഇവിടെ വരുന്ന ഒരു ക്രിമിനലിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. 2 എണ്ണം കൂടുതൽ കൊടുക്കണമെന്ന് ഓർത്താ പിന്നെ ഞാനങ്ങ് വേണ്ടെന്ന് വെച്ചതാ. നിങ്ങളുടെയൊക്കെ ഭീഷണിക്ക് വഴങ്ങുന്നതല്ല ഈ CI സച്ചിദാനന്ദൻ. അത് എന്നെ അറിയുന്നവരോട് നിങ്ങൾ ചോദിച്ചാൽ മതി എന്നൊക്കെ പറയുകയാണ്. ഇതിലും വലിയ കൊല കൊമ്പന്മാരൊക്കെ വന്ന് എൻ്റെ മുമ്പിൽ വെല്ലുവിളിച്ചിട്ടൊക്കെ പോയിട്ടുള്ളതാ. എന്നിട്ട് പോലും ഞാൻ വക വെച്ചിട്ടില്ല. പിന്നെയാ നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുകയുള്ളൂ. ഇവൻ ചെയ്ത തെറ്റെന്താണെന്ന് ഇവന് മനസ്സിലാകണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കൊടുത്തത്. ഇതെൻ്റെ ഒരു ശീലമാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ നമ്മുടെ CI സച്ചിയുടെ സംസാരമൊക്കെ കേട്ടിട്ട് ദേഷ്യം വന്ന് നയനാണെങ്കിലും പറയുന്നുണ്ട്, നിങ്ങളിത് ചെയ്തതൊക്കെ എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ അനാമിക അവൾ പറഞ്ഞതിൻ്റെ പേരിലല്ലേ നിങ്ങൾ എൻ്റെ ആദർശേട്ടനെ ഇങ്ങനെ ഉപദ്രവിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം CI സച്ചി ചോദിക്കുന്നുണ്ട്, അനാമികയോ? അവൾ എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അവൾ പറഞ്ഞതിൻ്റെ പേരിലൊന്നും അല്ല ഞാൻ നിങ്ങളുടെ ഭർത്താവിൻ്റെ മേലിൽ കൈവച്ചത്. അയാൾ ചെയ്ത കുറ്റമുണ്ടല്ലോ, അത് ഏത് വകുപ്പിൽ പെട്ടതാണെന്നറിയാവോ? സ്ത്രീപീഡനം. പാവപ്പെട്ട പെണ്ണിനെ സ്നേഹം നടിച്ച് അവളെ ചതിച്ച് അവൾക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോഴേക്കും അവളെ ഉപേക്ഷിച്ചിട്ട് വേറൊരു കല്യാണം കഴിച്ച് മാന്യനായിട്ട് ജീവിക്കുന്ന ഇവനെയൊക്കെ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഒന്നും കൂടുതലായി പോയിട്ടൊന്നുമില്ല, കുറഞ്ഞു പോയിട്ടേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ മുത്തശ്ശനും നായനയ്ക്കൊക്കെ നല്ല ദേഷ്യമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആദർശനെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് പോവുകയാണ്. പിന്നെ അങ്ങനെ ഈ ന്യൂസും മാധ്യമങ്ങളിൽ കൂടെ എല്ലാം വരികയാണ്. അനഘയാണെങ്കിലും ഈ ന്യൂസ് എല്ലാം അറിയുന്നുണ്ടായിരുന്നു കേട്ടോ. ദൈവമേ, ആദർശേട്ടൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആദർശേട്ടനെ ഇനി രക്ഷിക്കാതിരിക്കാൻ പറ്റില്ല. മാധ്യമങ്ങളും പോലീസുകാരും എല്ലാം വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ആ പാവത്തിനെ. അവിടെ ഈ തെറ്റുകളൊക്കെ ചെയ്തവൻ സന്തോഷത്തോടെ സുഖമായിട്ട് അഹങ്കരിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുകയാണ്. എന്നിട്ട് മുത്തശ്ശനെ വിളിക്കുകയാണ് അനഘ. എന്നിട്ട് പറയുന്നുണ്ട്, മൂർത്തി സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത്രയും നാളും സാറ് പറഞ്ഞ അനുസരിച്ച് ഞാൻ ഇപ്പോഴും ഇവിടെ തന്നെ ഇങ്ങനെ കിടക്കുകയായിരുന്നല്ലോ. പക്ഷെ ഇപ്പം ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല. നടന്ന എന്താണെന്നും എല്ലാ സത്യങ്ങളും എല്ലാവരുടെ മുമ്പിൽ വെട്ടിത്തുറന്ന് പറയണമെന്ന് എനിക്ക് തോന്നുകയാണ്. നമ്മളിത് വേണ്ടാന്ന് വെക്കും തോറും അബിയുടെ അഹങ്കാരമാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ എനിക്ക് നല്ല സംശയമുണ്ട്, അനാമിക എന്ന് പറയുന്ന ആ പെൺകുട്ടിയോട് ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ആദർശേട്ടനെയും കുടുംബത്തെയും അവഹേളിക്കണമെന്ന് പറഞ്ഞു കൊടുത്തത് അവൻ തന്നെയാണോ എന്ന്. ഇങ്ങനെ എല്ലാം മറിച്ച് മുന്നോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല സാർ. എല്ലാവരും അറിയണം ഈ തെറ്റ് ചെയ്തത് ആരാണെന്ന്. എല്ലാവരും അറിയണം. വെറുതെ ഒരു നിരപരാധിയെ കുറ്റപ്പെടുത്തി അയാളെ സമൂഹത്തിന് മുമ്പിൽ വലിച്ചു കയറാൻ ഇട്ടുകൊടുത്തിട്ട് എനിക്കിങ്ങനെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ മുത്തശ്ശൻ പറയുകയാണ്, വേണ്ട മോളെ, അതൊന്നും ഇപ്പൊ പറയാൻ നിൽക്കണ്ട. മോക്ക് സുഖമായി എന്നൊക്കെ അവനൊരു സൂചന കിട്ടിയാൽ തന്നെ അവന്റെ അടുത്ത നീക്കം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മോളെയും മോളുടെ കുഞ്ഞിനെയും ഇല്ലാതാക്കാനേ അവൻ ശ്രമിക്കുള്ളൂ. അവനെപ്പോലുള്ള ഒരു ദുഷ്ടനെ നമുക്കറിയാവല്ലോ. അവനെപ്പോലെ ഒരു ദുഷ്ടന്റെ മനസ്സിൽ കൂടെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പോകാന്നുള്ളത് നമുക്ക് ഊഹിക്കാവില്ല മോളെ. അതുകൊണ്ട് മോളിപ്പോൾ എടുത്തു ചാടി ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട. നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം അനഘ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അബിയുടെ കള്ളത്തരങ്ങളെല്ലാം വെളിപ്പെടുത്തണം. ഇനി ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. ആദർശേട്ടൻ്റെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ കാരണം ഞാനും കൂടിയാണല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ മുൻകൈയെടുത്ത് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ തീരുമാനിക്കുകയാണ് നമ്മുടെ അനഘ. എന്തായാലും മാധ്യമങ്ങൾക്ക് മുമ്പിൽ നേരിട്ട് ചെന്ന് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണെങ്കിൽ അക്കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരും. എന്താണ് സംഭവിച്ചതെന്നും എൻ്റെ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ആരാണെന്നും എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്നും ഉള്ള സത്യങ്ങളെല്ലാം എല്ലാവരുടെ മുമ്പിൽ വെളിപ്പെടുത്തണം.
ഇനിയും ആദർശേട്ടനെ പോലെ ഒരു നിരപരാധിയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ലാതെ, എൻ്റെ കുഞ്ഞിന് ഒരു കുറവുമില്ലാതെ സ്വന്തം അച്ഛനും അമ്മയും മക്കളെ എങ്ങനെ സ്നേഹിക്കുമോ അതുപോലെ സ്നേഹിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇനിയും അവരെ ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ എറിഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ അനഘ രാവിലെ തന്നെ മാധ്യമങ്ങളെയൊക്കെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഞാൻ അനഘയാണെന്നൊക്കെ പറയുകയാണ്. അപ്പം ആ മാധ്യമ പ്രവർത്തകരൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കിപ്പോൾ സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അനഘ പറയുന്നുണ്ട്, എനിക്ക് സംസാരിക്കാൻ പറ്റും, എൻ്റെ രോഗമൊക്കെ ഭേദമായി വരികയാണ്. ഇപ്പം നിങ്ങൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആദർശ് ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യനാണ്. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും അനന്തപുരിയിലേക്ക് വരണം. യഥാർത്ഥ കുറ്റവാളിയെ ഞാൻ അവിടെ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളതും കൂടി നിങ്ങൾ കേൾക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അനഘ. എന്തായാലും ഇനിയിപ്പം ഈ കാര്യങ്ങളൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ അനഘ രാവിലെ തന്നെ അനന്തപുരിയിലേക്ക് എത്തുകയാണ്. അനഘ എത്തിയതിന് പുറകെയാണ് കേട്ടോ നമ്മുടെ മാധ്യമപ്രവർത്തകരും വരുന്നത്. അങ്ങനെ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി തന്നെ നമ്മുടെ അനന്തപുരിയിലോട്ട് വരികയാണ്. അനഘ അവിടെ ചെല്ലുന്ന കാണുമ്പോഴേക്കും തന്നെ അവിടെയുള്ള എല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. മുത്തശ്ശനും മുത്തശ്ശിയും അജയനും ജയനും ജാനകിയും ജലജയും അതുപോലെ തന്നെ നവ്യ നയന എല്ലാവരും ഞെട്ടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അനഘയെ. അനഘയെ കാണുമ്പോൾ തന്നെ ചന്തുമോൾ ഓടി വന്ന് അമ്മയെന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അനഘ ചന്തുമോളെ വാരിയെടുത്ത് ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ പൊന്നുമോളെ, മോളെ കണ്ടിട്ട് എത്ര നാളായി. നിന്നെക്കുറിച്ച് ഓർക്കുന്ന ഓരോ സമയത്തും അമ്മയ്ക്ക് വിഷമമായിരുന്നു. പക്ഷേ ഇപ്പം നീ സുരക്ഷിതമായ ഒരു കൈകളിലാണല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് നല്ല സന്തോഷമുണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നയനയും ആദർശം ഇങ്ങനെ പരസ്പരം നോക്കുകയാണ്. അനഘയോട് ആദർശ് ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിച്ചു? അനഘയുടെ അസുഖമൊക്കെ മാറിയോ? അനഘയ്ക്കിപ്പം സംസാരിക്കാനൊക്കെ കഴിയുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അനഘ തന്നെയാണോ ഈ മുമ്പിൽ വന്ന് നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ അവർ സംശയിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന കാണുമ്പോഴേക്കും മുത്തശ്ശൻ തന്നെ മുന്നോട്ട് വന്നിട്ട് പറയുകയാണ്, അതെ, അനഘ തന്നെയാണിത്. അനഘയ്ക്ക് നടക്കാനും സംസാരിക്കാനും ഒക്കെ കഴിയും. അനഘയ്ക്ക് ഇപ്പം അസുഖമൊക്കെ ഉണ്ടെങ്കിലും കോമാ സ്റ്റേജിൽ നിന്നൊക്കെ അനഘ മാറി വന്നിട്ട് കുറച്ച് നാളായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് അനഘ വീണ്ടും രോഗാവസ്ഥയിൽ അഭിനയിച്ച് കിടന്നത്. അപ്പോൾ ജലജ ഉടനെ ചോദിക്കുകയാണ്, അതെന്തിനാ അച്ഛൻ അങ്ങനെ പറഞ്ഞത്? ഇവള് കാരണമല്ലേ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായത്? ഓഹോ, അപ്പോൾ അച്ഛനും കൂടെ ചേർന്നിട്ട് കൊച്ചുമോനെ സംരക്ഷിക്കാനായിരുന്നു അല്ലേ പ്ലാൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെ, ഞാനും കൂടെ നിന്ന് എൻ്റെ കൊച്ചുമോനെ സംരക്ഷിക്കുകയായിരുന്നു. പക്ഷേ അത് ആദർശിനെ അല്ല, പിന്നെ ആരും അച്ഛൻ സംരക്ഷിക്കാൻ നോക്കിയെന്നൊക്കെ ഇങ്ങനെ ജലജ ചോദിക്കുകയാണ്. മനഃപൂർവ്വം ഇവളോട് അഭിനയിച്ചവിടെ കിടന്നോളാൻ പറഞ്ഞത് അച്ഛൻ തന്നെയല്ലേ? അപ്പോഴേക്കും ഉടനെ തന്നെ പറയുന്നുണ്ട് അനഘ, കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ എൻ്റെ അവസ്ഥകളൊക്കെ ഭേദമായി തുടങ്ങിയിട്ട്. ഞാൻ പതിയെ റിക്കവറായി വരികയാണ്. മുത്തശ്ശൻ തന്നെയാണ് എന്നോട് പറഞ്ഞത് എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട, ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുറത്ത് പറയാൻ നിൽക്കേണ്ടെന്ന്. മൂർത്തി സാറിനെ ഞാൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. മൂർത്തി സാർ എനിക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരാറുമുണ്ട്. അങ്ങനെ കുറച്ച് നാളും കൂടെ ഈ സത്യങ്ങളൊക്കെ മറച്ചു വെക്കണമെന്ന് മൂർത്തി സാർ തന്നെയാണ് എന്നോട് ആവശ്യപ്പെട്ടതെന്നൊക്കെ പറയുകയാണ്. കാരണം എൻ്റെ അസുഖങ്ങളൊക്കെ ഭേദമായെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ജീവനെ തന്നെ ബാധിക്കുമെന്ന് മൂർത്തി സാറിന് നന്നായിട്ട് അറിയാം. എന്നെയും എൻ്റെ കുഞ്ഞിനെയും അപായപ്പെടുത്താൻ ശ്രമിച്ചവർ, ഇപ്പം ഈ അനന്തപുരിയിലെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണക്കാരായവർ, അവർ എന്തും ചെയ്യാൻ മടിക്കില്ല. എനിക്കും എൻ്റെ കുഞ്ഞിനും ആപത്താവുമെന്ന് മൂർത്തി സാറിന് നന്നായിട്ട് അറിയാം. എൻ്റെ കുഞ്ഞിനെ പോലും കൊല്ലാൻ അവർ മടിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ മൂർത്തി സാർ പറഞ്ഞത് കേട്ട് അവിടെ തന്നെ ഒതുങ്ങി നിന്നത്. ഇപ്പോൾ എൻ്റെ കുഞ്ഞ് സുരക്ഷിതമായ കരങ്ങളിലാണ്, ആദർശിൻ്റെയും നയനയുടെയും കയ്യിൽ. അതുപോലെ തന്നെ അവൾ അനന്തപുരിയിൽ ജീവിച്ച് പോകുമായിരുന്നു, ആർക്കും ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ. ആയുസ്സിന് വലിയ ബലമൊന്നും ഇല്ലാത്തവളാണ് ഞാൻ. ഏതു നേരം വേണമെങ്കിലും എൻ്റെ ശരീരത്തിൽ നിന്ന് ഈ ജീവൻ പോയേക്കാം. അങ്ങനെ ഒരു അസുഖമാണ് എന്നെ പിടിപെട്ടത്. അതിൽ നിന്ന് ഞാൻ പൂർണ്ണമുക്തി ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആർക്കും ഒരു ദോഷം ആകാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം. അല്ലാതെ എന്നോട് ഈ ദ്രോഹം ചെയ്തവനോട് എനിക്ക് ദേഷ്യമൊന്നും ഉണ്ടായിട്ടല്ല. അപ്പോഴും ഞാൻ പറഞ്ഞത് എൻ്റെ ഭർത്താവായിട്ട് എൻ്റെ കൂടെ നിൽക്കണമെന്നൊന്നും അല്ല. എൻ്റെ കുഞ്ഞിന് സുരക്ഷിതമായ ഒരു ഷെൽട്ടർ വേണം. അതിനുവേണ്ടിയിട്ട് മാത്രമേ ഞാനും ശ്രമിച്ചിട്ടുള്ളൂ. എല്ലാവർക്കും ഇപ്പം മനസ്സ് തോന്നുന്നുണ്ടാവും, ഇപ്പം എന്തിനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതെന്നുള്ളത്. എല്ലാവരുടെയും സംശയങ്ങൾക്കുള്ള മറുപടി ഉടനെ തന്നെ ഇവിടെ സംഭവിക്കും. ഞാനേ കുറച്ച് മീഡിയാസിനോടൊക്കെ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവരും കൂടെ അറിയണമല്ലോ. എന്നെ ചതിച്ചത്, എൻ്റെ അവസ്ഥയ്ക്ക് ഈ കാരണം ആരാണെന്നുള്ളത്, എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്നുള്ളത് എല്ലാം എനിക്ക് അവരോട് തുറന്നു പറയണം എന്നൊക്കെ ഇങ്ങനെ അനഘ പറയുകയാണ്. എല്ലാവരുടെയും മുമ്പിൽ ഞാൻ എല്ലാ സത്യങ്ങളും ഇന്ന് വെളിപ്പെടുത്താൻ പോവുകയാണെന്നൊക്കെ പറയുമ്പോഴേക്കും ആദർശം നയനയൊക്കെ ഇങ്ങനെ ഞെട്ടലോടെ കൂടി നിൽക്കുകയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, വേണ്ട, അങ്ങനെയൊന്നും ചെയ്യണ്ട അനഘ, എടുത്തു ചാടി ഒന്നും ചെയ്യരുത്, എല്ലാം നമുക്ക് ആലോചിച്ചിട്ട് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അനഘ പറയുന്നുണ്ട്, ഇല്ല, ഒരിക്കലുമില്ല, ഇനിയെങ്കിലും ഈ സത്യങ്ങളെല്ലാവരും അറിയണം. ഒരു തെറ്റും ചെയ്യാത്ത നിങ്ങളെ മാധ്യമങ്ങൾ ഇങ്ങനെ അവഹേളിക്കുന്നത് കണ്ട് നോക്കി നിൽക്കാൻ എനിക്കിനി കഴിയില്ല.
എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയണം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അനഘ പറയുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, അനഘ എടുത്തു ചാടി ഒരബദ്ധവും കാണിക്കരുത്, ഇതൊക്കെ കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ, അത് കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം അങ്ങ് തീരും. പക്ഷേ അനഘ ഇവിടെ സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തുമ്പം അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറമാകും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ കയ്യിലൊന്നും ഒതുങ്ങില്ല. എന്തായാലും കുറച്ച് ദിവസം മീഡിയാസ് ഇതിന്റെ പിന്നാലെ ഉണ്ടാവും. അത് കഴിയുമ്പം അവർക്ക് വേറെ ന്യൂസൊക്കെ കിട്ടുമ്പം അവരിതൊക്കെ ഉപേക്ഷിച്ചിട്ട് പൊക്കോളും. എന്തായാലും അനഘ എടുത്തു ചാടി ഒന്നും ചെയ്യരുതെന്നൊക്കെ ആദർശ് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ അനഘ ആദർശിനോട് പറയുന്നുണ്ട്, ആദർശേട്ടാ, എനിക്ക് നിങ്ങളോട് ഒരുപാട് മതിപ്പുണ്ട്. നിങ്ങളെപ്പോലൊരു നല്ല മനുഷ്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അനന്തമൂർത്തി സാറിന്റെ അതേ പകർപ്പാണ് നിങ്ങൾ. നിങ്ങളുടെ മനസ്സിൽ നന്മയുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. പക്ഷേ നിങ്ങളിങ്ങനെ എല്ലാവരും താറടിക്കുന്ന കാണുമ്പോൾ എനിക്കിതൊന്നും വെളിപ്പെടുത്താതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഈ സത്യങ്ങളൊക്കെ എല്ലാവരോടും തുറന്നു പറഞ്ഞാൽ മതിയാകുള്ളൂ. ഇന്നോ നാളെയോ കൊഴിഞ്ഞു പോകുന്ന ജീവിതമാണ് എൻ്റേത്. പക്ഷേ ഞാൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്നൊക്കെ പറയുകയാണ്. സത്യം എന്തായാലും വെളിപ്പെടണം. ആദർശേട്ടനെ എല്ലാവരും ഇങ്ങനെ ക്രൂശിക്കുന്ന കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള തീരുമാനമൊക്കെ എടുത്തത്. പല പ്രാവശ്യം ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഞാൻ കാരണം ഒരു മനുഷ്യന് സമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ അവഹേളിക്കാൻ പാടില്ല. അതേസമയത്ത് ദുഷ്ടതയും ക്രൂരതയൊക്കെ ചെയ്തവര് ഇവിടെ സന്തോഷിക്കുന്നുണ്ടല്ലോ, അവരങ്ങനെ സന്തോഷിച്ചിട്ട് കാര്യമൊന്നുമില്ല. സത്യം എന്തായാലും പുറത്തു വരണം. ഇപ്പം നമ്മളിങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും അവർ ഓരോരോ കാരണങ്ങൾ കണ്ടെത്തി നമ്മളെ ഇങ്ങനെ അപമാനിച്ചുകൊണ്ടേയിരിക്കും. അതിനൊന്നും സമ്മതിക്കരുത് ആദർശേട്ടാ എന്നൊക്കെ പറയുകയാണ് അനഘ. ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ തന്നെ നേരിട്ട് വന്ന് പറയുമ്പം അത് എല്ലാവർക്കും വിശ്വാസയോഗ്യമാകും. നിങ്ങൾ എന്ത് പറഞ്ഞാലും അതൊക്കെ പണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് മാറ്റി പറയുന്നതാണെന്നേ ആൾക്കാർ പറയുള്ളൂ. അതുകൊണ്ട് എന്തും കൊണ്ടും ഇതൊക്കെ പറയാൻ യോഗ്യതയുള്ളത് എനിക്ക് തന്നെയാണ്. ഞാൻ തന്നെ വേണമല്ലോ ഈ സത്യങ്ങളൊക്കെ എല്ലാവരുടെ മുമ്പിൽ വിളിച്ചു പറയാൻ. എങ്കിലല്ലേ ഈ അക്രമങ്ങളൊക്കെ ചെയ്തവർക്ക് തക്കതായ ശിക്ഷ കിട്ടുള്ളൂ എന്നൊക്കെ അനഘ പറയുകയാണ്. അങ്ങനെ നമ്മുടെ അബിയുടെ എല്ലാ കള്ളിക്കളികളും പുറത്തു കൊണ്ടുവരാനായിട്ട് അനഘ തന്നെ മുൻകൈ എടുക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ മീഡിയാസൊക്കെ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ഈ സംഭവങ്ങളൊന്നും അറിയാതെ താഴോട്ട് അബി ഇറങ്ങി വരികയാണ്. അബി വരുന്നത് നേരെ മീഡിയാസിൻ്റെ മുമ്പിലോട്ടായിരിക്കും. ആ സമയത്ത് അനഘയെ കാണുമ്പോഴേക്കും അബി ഇങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്. ദൈവമേ, ഇവൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയോ? ഇവളുടെ അസുഖങ്ങളൊക്കെ മാറിയോ? ഇവളെപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വന്നത്? ഇവള് തന്നെ എല്ലാ സത്യങ്ങളും ഇപ്പം എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയുമല്ലോ. എൻ്റെ ജീവിതം കഴിഞ്ഞാൽ തന്നെ ഇനിയുള്ള കാലം എനിക്ക് ജയിലിൽ കഴിയേണ്ടി വരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് നമ്മുടെ അബി. ആ സമയത്ത് തന്നെ അനഘ എല്ലാ മീഡിയാസിനോടുമായിട്ട് പറയുകയാണ്, എന്നെ ചതിച്ചത് ഈ വീട്ടിലെ കൊച്ചുമോൻ തന്നെയാണ്, അതായത് അബി. എന്നെ ചതിച്ചത് അബിയാണ്. എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ അബിയാണ്, അല്ലാതെ ഈ നിൽക്കുന്ന ആദർശേട്ടനല്ല. ഈ നിൽക്കുന്ന ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണവും അബി തന്നെയാണ്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയി എന്നറിഞ്ഞപ്പോഴേക്കും മുത്തശ്ശനെ വിളിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ഇവൻ ഏർപ്പാട് ചെയ്ത ഗുണ്ടകളും കൂടെ എന്നെ ആക്രമിച്ചത്. അന്ന് അബോധാവസ്ഥയിലായി പോവുകയായിരുന്നു ഞാൻ. പിന്നെ ആ സ്റ്റേജിൽ നിന്ന് പിന്നെ ഞാൻ കോമ സ്റ്റേജിലായിരുന്നു. അതിൽ നിന്നൊക്കെ റിക്കവറായി വന്നിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. ഇപ്പോഴും ഞാൻ രോഗത്തിൽ നിന്ന് പൂർണ്ണ മുക്തിയൊന്നുമല്ല. ഏത് നിമിഷം വേണമെങ്കിലും എൻ്റെ ശരീരത്തിൽ നിന്ന് ഈ ജീവൻ അങ്ങ് പോയേക്കാം. എന്നാലും അതിനു മുമ്പ് ഈ തെറ്റുകളൊക്കെ ചെയ്തവനെ എല്ലാവരുടെ മുമ്പിൽ വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പല പ്രാവശ്യം ഞാൻ അതിന് മുതിർന്നെങ്കിലും ഇവിടുത്തെ മുത്തച്ഛനാണ് എന്നോട് പറഞ്ഞത് ഇപ്പം എന്തായാലും ഈ കാര്യങ്ങളൊന്നും പറയണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ നിരപരാധിയായ ആദർശേട്ടനെയും അവരുടെ ഭാര്യയൊക്കെ ഇതുപോലെ മീഡിയാസിന് മുമ്പിലിട്ട് അവഹേളിക്കുമ്പം അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം എൻ്റെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെയാണ് ഒരു അച്ഛൻ്റെ അമ്മയുടെയും സ്ഥാനത്ത് നിന്ന് അവർ വളർത്തുന്നത്. ഇനി അങ്ങോട്ടും എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും അവർ തന്നെ ആയിരിക്കുമല്ലോ. ആ സമയത്ത് എല്ലാ തെറ്റും ചെയ്തിട്ട് അഹങ്കാരത്തോടു കൂടി ഇവിടെ ഞെളിഞ്ഞു നടക്കുന്ന ഒരുത്തനുണ്ട്, അബി. അവനെ ഇനിയും ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. അവനെ എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കണം. ഇതുപോലൊരു അവസ്ഥ ഇനി ഒരു പെൺകുട്ടിക്കും ഉണ്ടാവരുത്. അതുപോലെ തന്നെ അവൻ്റെ ഭാര്യയായ നവ്യ, അവളെ ഇപ്പം അവൻ കല്യാണം കഴിച്ച് അവർക്കതിലൊരു കുഞ്ഞുണ്ട്. ഒരിക്കലും അവരുടെ ജീവിതത്തിലോട്ട് കയറി വന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല. ഇതെല്ലാം ഈ ഒരു രീതിക്ക് തന്നെ അങ്ങ് സോൾവ് ആയി പോയേനെ. പക്ഷേ ഇവനായിട്ട് തന്നെയാണ് ഇവിടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവൻ തന്നെയാണ് ഇപ്പം ഈ പ്രശ്നത്തിനും കാരണം. അനാമിക എന്ന് പറയുന്ന കുട്ടിയെ ഇളക്കി വിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അനന്തപുരി തറവാടിനെ അവഹേളിക്കാനും അതുപോലെ തന്നെ ഇവിടെ നടക്കാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുടുംബത്തിന് മൊത്തത്തിൽ ഒരു അപമാനം ഉണ്ടാക്കിയത് ഇവൻ തന്നെയാണ്. ഇവനെ ഈ കുടുംബത്തിലെ ചിതറിക്കാൻ നോക്കുന്നവനാണ്. അതുകൊണ്ട് ഇവനാണ് ഈ കുടുംബത്തിൽ നിന്ന് പുറത്തു പോകേണ്ടതെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അനഘ ശക്തമായിട്ട് തന്നെ പറയുകയാണ്. അങ്ങനെ ആ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് CS സച്ചിദാനന്ദനും പോലീസുകാരും ഒക്കെ കൂടെ വരുന്നുണ്ട്. അവരൊക്കെ കൂടി വന്നിട്ട് നമ്മുടെ അബീനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് നന്ദു ആണെങ്കിലും പറയുന്നുണ്ട്, എൻ്റെ ചേച്ചിമാരെ കണ്ണീര് കുടിപ്പിച്ച് നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ, നിന്നെ ഞാൻ ശരിയാക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അബിയുടെ ചെവിക്കല്ലടിച്ച് തകർത്ത് അബിക്കിട്ട് 2 ഇടിയൊക്കെ കൊടുത്തിട്ട് നമ്മുടെ നന്ദു സ്റ്റേഷനിലായിട്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ ആകെ തകർന്ന് തരിപ്പണായി നിൽക്കുകയാണ് നമ്മുടെ നവ്യ. ആ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് കനകയും ഗോവിന്ദനും ഒക്കെ വരുന്നുണ്ട്. കനക നമ്മുടെ നവ്യനെ ആശ്വസിപ്പിക്കുന്നുണ്ട്, മോളെ
ഈ കാര്യങ്ങളൊക്കെ പറയാനാണ് മോളെ ഞാൻ അന്ന് നിൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ നീ അരുതാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചത് കൊണ്ടാണ് ഇതൊന്നും ഞാൻ നിന്നോട് പറയാതിരുന്നത്. എന്തായാലും ഇതുപോലെ ഒരു ദുഷ്ടൻ്റെ കൂടെ മോള് ജീവിക്കണമെന്ന് അമ്മ പറയില്ല. അതുകൊണ്ട് മോൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നവിയും കുഞ്ഞും ഈ വീട്ടിൽ തന്നെ ഉണ്ടാകും. അവരിവിടുന്ന് എങ്ങും പോവില്ല. നവി ഈ വീട്ടിലെ മരുമോളായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെങ്കിൽ ശിഷ്ടകാലം മരുമോളായിട്ട് അവൾ ഇവിടെ തന്നെ ജീവിക്കും. അതല്ല അവളുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതും ഞാൻ തന്നെ നിറവേറ്റി കൊടുക്കും. അല്ലാതെ ഇവിടെ ജീവിക്കാൻ വന്ന കുട്ടി ഇവിടുന്ന് കരഞ്ഞിറങ്ങി പോകുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് നവിക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാന്നൊക്കെ മുത്തശ്ശൻ പറയുകയാണ്. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ കൂടി ഇങ്ങനെ നവീനെ സപ്പോർട്ട് ചെയ്ത് നവീനെ ആശ്വസിപ്പിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അതേസമയത്ത് എൻ്റെ മോനെ ജയിലിൽ കയറ്റിയതിൻ്റെ പേരിൽ കനകയോടും മക്കളോടും ഒക്കെ പറഞ്ഞാൽ തീരാത്തത്ര പകയോടും ദേഷ്യത്തോടെയും ഒക്കെ ഇരിക്കുകയാണ് നമ്മുടെ ജലജ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം.